പാലക്കാട് ജില്ലയിൽ വേനൽ കടുത്തതോടെ നാടും നഗരവും കടുത്ത കുടിവെള്ളക്ഷാമത്തിലേക്ക് നീങ്ങി. എന്നാൽ കഴിഞ്ഞ 25 വർഷമായി പുതുപ്പെരിയാരം പഞ്ചായത്തിലെ ചൂഴിയമ്പാറയിലെ ജനങ്ങൾ ഓരോ വേനൽക്കാലത്തും വലയുകയാണ്. ദൈനംദിന ആവശ്യങ്ങൾക്കായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വേണം ശുദ്ധജലം വീടുകളിലെത്തിക്കാൻ. വേനൽ ശക്തി പ്രാപിക്കുന്നതോടെ ശുദ്ധജലം ലഭ്യമാകുന്ന കിണറും വരും ദിവസങ്ങളിൽ വറ്റും. ശുദ്ധജലം എത്തിക്കുന്നതിനായി അധികൃതർ സ്ഥാപിച്ച വാട്ടർ ടാങ്കും ആഴ്ചയിലൊരിക്കൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. സമീപത്തെ കൽപ്പാത്തിപ്പുഴയും വരൾച്ചയുടെ പിടിയിലകപ്പെട്ടതോടെ ഭക്ഷണം പാചകം ചെയ്യുന്നതിനോ മറ്റ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനോ ഏറെ പ്രയാസമാണ് പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. അവര് വരും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു പൈപ്പ് വെള്ളം പോലും ഇല്ല. 6 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ ഞങ്ങൾക്ക് ട്രെയിൻ പാത കടന്നിട്ട് പോകണം. ഒരു കുളമില്ല, പുഴയില്ല. കുടിവെള്ളം 3 ദിവസം 4 ദിവസം ആവണം. തുണിയും കൂടി തിരുമ്പാൻ പറ്റില്ല, പല്ല് തേക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വെള്ളമില്ല. കിണറുള്ളവർ കൂടി അത് വറ്റു വെള്ളമാണ്. ബോർ ബില്ല് അടിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. നിരവധി പരാതികൾ പഞ്ചായത്ത് അധികൃതർക്ക് നൽകിയിട്ടും വർഷങ്ങളേറെയായി പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. മലമ്പുഴ MLA VS അച്യുതാനന്ദൻ നാളിതുവരെയായിട്ടും പ്രദേശത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുടിവെള്ളക്ഷാമം സംബന്ധിച്ച നിവേദനങ്ങളോ പരാതികളോ നൽകുന്നതിന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട സ്ഥിതിയാണ് പ്രദേശവാസികൾക്കുള്ളത്. മലമ്പുഴ നിവേദന മണ്ഡലം MLA എവിടെ? MLA ഇല്ലല്ലോ. MLA ഇലക്ഷന് മാത്രം വന്നുകൂടെ പ്രാസംഗികമായിട്ട് പ്രസിഡന്റ് പോവല്ലേ? ഇപ്പോൾ വരുന്നുണ്ടോ MLA എവിടെ? MLAക്ക് ഒരു ഓഫീസുണ്ടോ പാലക്കാട്? ചൂഴിയമ്പാറയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന കുളം പ്രവർത്തനയോഗ്യമാക്കാനുള്ള പദ്ധതികൾ രൂപീകരിക്കണമെന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വെള്ളം മാത്രമാണ് ഈ ജനങ്ങൾക്ക് ആവശ്യം. ജലവിതരണ പദ്ധതികൾ പഞ്ചായത്ത് അധികൃതർ അട്ടിമറിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. മലമ്പുഴയുടെ സ്വന്തം MLA ഒരിക്കലെങ്കിലും ഈ പ്രദേശത്ത് വരണം. ജനങ്ങളുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം. ക്യാമറാമാൻ രമേശ് സന്മാറയ്ക്കൊപ്പം നൗഫൽ നസീർ, റിപ്പോർട്ടർ, പാലക്കാട്.